അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. രശ്മിപ്രിയ എന്ന് പറയുന്ന ആ ഒരു വിഷത്തിന്റെ വിഷം ചീറ്റാൻ കഴിവുള്ള ഒരു പാമ്പിന്റെ ഒരു സ്പീച്ചാണ് നമ്മളിവിടെ കണ്ടത്. അതായത് അൻസിബയുടെ ക്യാരക്ടറിനെ മോശമായിട്ട് എങ്ങനെ സമൂഹത്തിൽ കാണിക്കുക. തനിക്കിപ്പോൾ പറ്റിപ്പോയ ഒരു ചളി, മേത്ത് പറ്റിയ ചളിയെ മൊത്തം കഴുകിക്കളയാൻ ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേത്തോട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് പറയുക എന്നുള്ളത്. ഇപ്പോൾ അൻസിബ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അൻസിബയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. മദ്യപിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊന്നുമില്ല. പെണ്ണുങ്ങൾ മദ്യപിച്ചുകൊണ്ട് യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. അൻസിബയ്ക്ക് താൻ മദ്യം മേടിച്ചു മേടിച്ചു കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങ് അത് ആദ്യം തന്നെ മേടിച്ചു കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ അൻസിബയുടെ മുറിയിലേക്ക് ആരൊക്കെ കയറിപ്പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ വൃത്തികേടാണ് ഇവർ വിളിച്ച് പറയുന്നത് ആലോചിച്ച് ചോദിക്കും. സംഘടനാപരമായിട്ടുള്ള ആശയ വിയോജിപ്പുകൾക്ക്, അതായത് നിങ്ങൾ കാണിച്ച ഒരു യുദ്ധ ദമ്മാടിത്തരത്തിനെ എതിർത്ത ഒരാളെ അയാൾ മോശക്കാരിയാണെന്നുള്ള രോഗം മൊത്തം അടിച്ചിറക്കുക. അതായത് ബിഗ് ബോസിൽ ഇപ്പം ഈ രശ്മിപ്രിയയെ അനുമോളൊക്കെ ഫൈറ്റ് ചെയ്യുക, അതേ ഫൈറ്റ് തന്നെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഒരു ഇലക്ഷൻ നിന്ന് ജയിക്കേണ്ടിരുന്ന ഒരു MLA എന്ന് ആലോചിച്ച് ചോദിക്കുക. ഇവരൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഒരു ഗതി ആലോചിച്ച് ചോദിക്കുക അല്ലേ. ഇവർ ഉഷയെക്കുറിച്ച് നമ്മുടെ സിനിമാടിയെക്കുറിച്ച് പറയുന്ന വിഷയം അതൊക്കെ കാണണം. അതായത് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പേര്, കല്യാണം കഴിച്ചിട്ടൊരു പേര് എന്നൊക്കെ പറഞ്ഞ് എന്തോ ഇവർ പറയുന്ന മൊത്തം ജാതീയപരമായിട്ടും മതപരമായിട്ടുള്ള ആശയങ്ങളാണ് മുന്നോട്ട് വിടുന്നത്. ഇപ്പം തന്നെ പറഞ്ഞിട്ടില്ല അൻസിബയെക്കുറിച്ച് എന്ത് വളരെ മോശമായിട്ടുള്ള രീതി. കാരണം അത് അൻസിബയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അൻസിബ ഇപ്പോഴും പറയുന്നത് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അൻസിബ സംസാരിക്കുന്നത്. പക്ഷെ ഇവർ മൊത്തം വെളിയിറങ്ങിയിട്ട് പറയുന്ന കാര്യങ്ങൾ കണ്ടോ. ഒരു സ്ത്രീയെ എത്രമാത്രം അധപ്പതിച്ച് കാണിക്കാൻ പറ്റുമോ അത്ര അധപ്പതിച്ച് കാണുന്ന ഒരു സ്ത്രീ, ഇവരെ ഒരു സ്ത്രീ എന്ന് തന്നെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല.